ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂട് പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഊണിനും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ കറിയിലേക്ക് ഞാനിവിടെ കുറച്ച് പപ്പടമൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 5 പപ്പടം ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ച് കോരിയെടുക്കുകയാണേ. പപ്പടം പൊരിച്ച എണ്ണയിലാണ് നമ്മളിനി ബാക്കി ഇതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ പപ്പടമൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും, പിന്നെ കൂടെ 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയുള്ളി ഒരെണ്ണത്തിന് 4 പീസാക്കി കട്ട് ചെയ്തത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് അപ്പോൾ ചെറിയുള്ളിയുടെയൊക്കെ ആ ഒരു കളറ് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇടാം. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടിയാണ്. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ഇപ്പോൾ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഇക്കൂട്ടത്തിൽ അതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ 2 ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ ഈ ഒരു ഇതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേകണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊന്നും വല്ലാണ്ടൊന്നും ഉടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണേ മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണം ആ പപ്പടം കൂടി ഇതിലേക്ക് ചേർക്കുക. പപ്പടവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ സെർവ് ചെയ്യാം. നല്ല ചൂട് പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒട്ടും മോശമല്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.